ഹായ്, ഞാൻ ശ്രീനാഥ്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു രൂപ പോലും കടം വാങ്ങിക്കാതെ എത്ര മാസത്തെ എക്സ്പെൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? മിക്ക മിഡിൽ ക്ലാസ് ഫാമിലികൾക്കും 2 മാസത്തെ ബാക്കപ്പ് പോലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത് പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നമല്ല, ഒരു ചെറിയ പ്ലാനിങ്ങിൻ്റെ പ്രശ്നം മാത്രമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാവും. എന്താണ് എമർജൻസി ഫണ്ട്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള എമർജൻസി സിറ്റുവേഷനുകളിൽ മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട ഫണ്ടാണിത്. നമ്മൾ എമർജൻസി എന്ന് പറയുമ്പോൾ അതൊരു വെക്കേഷനോ ഒരു ഗാഡ്ജറ്റ് പർച്ചേസോ ആയിരിക്കരുത്. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തെ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, കോവിഡ് വന്ന സമയത്ത് ഒരുപാട് പേർക്ക് അവരുടെ ജോലികൾ നഷ്ടമായി. ചിലർക്ക് അവരുടെ സാലറിയിൽ ഒരു കട്ട് അനുഭവപ്പെട്ടു. നിരവധി പേർക്ക് അസുഖ കാരണങ്ങളാൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വന്നു. മരുന്നിന് പൈസ ആവശ്യം വന്നു. ബിസിനസ്സുകാരെ പോലും ഈ കോവിഡ് ഒരു ബുദ്ധിമുട്ടിലാക്കി. ഇത്തരം സാഹചര്യങ്ങളിൽ മിക്ക ആളുകളും ആദ്യം ആലോചിക്കുന്നത് ഒരു ലോൺ എടുത്താലോ എന്നാണ്. എന്നാൽ എമർജൻസി ഫണ്ടിൻ്റെ പ്രസക്തി ഇവിടെയാണ്. നമ്മൾ മാറ്റി വയ്ക്കുന്ന എമർജൻസി ഫണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കാനെത്തും. എമർജൻസി ഫണ്ട് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പകരമാവില്ല. ഇത് നമ്മളുടെ ഒരു സർവൈവലിന് വേണ്ടിയുള്ളൊരു ഫണ്ടായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. എത്ര രൂപ നമ്മൾ എമർജൻസി ഫണ്ടിന് വേണ്ടി മാറ്റി വയ്ക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾക്ക് എമർജൻസി എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഉദാഹരണം പറയുകയാണെങ്കിൽ EMI, കുട്ടികളുടെ ഫീസ്, വീട്ടിലേക്കുള്ള പ്രൊവിഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട്, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ്, ഇൻഷുറൻസ് പേയ്മെൻറ്റുകൾ, ഇവയെല്ലാമാണ് ഞാൻ എമർജൻസി ആയിട്ട് കണക്കാക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചിലവാക്കുന്ന ഓരോ കാര്യങ്ങളും അത് എമർജൻസി ആണോ എമർജൻസി അല്ലാത്തതാണോ എന്ന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. എമർജൻസി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ഒരു 3 തവണയെങ്കിലും നമ്മൾ ഫണ്ട് മാറ്റിവെക്കാൻ ശ്രമിക്കണം. ഐഡിയലി 3 to 6 ടൈംസ് ആണ് എമർജൻസി ഫണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു സാലറിഡ് ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതൊരു 1 ഇയർ വരെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സർവീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 ഇയർ വരെയുള്ള എക്സ്പെൻസ് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കണം. എമർജൻസി ഫണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? എമർജൻസി ഫണ്ട് ഏറ്റവും ലിക്വിഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ. നമ്മൾക്ക് ഇപ്പോൾ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നമ്മൾ ഈ മാറ്റിവെക്കുന്ന പൈസ FDയിലോ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്സിലോ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എമർജൻസി ഫണ്ട് മാറ്റിവെച്ചാൽ നമ്മൾ വിചാരിക്കുന്നൊരു ടൈമിൽ നമുക്ക് പെട്ടെന്നത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവില്ല. ഒരു സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ അത് വിഡ്രോ ചെയ്യാൻ പറ്റുക. അതുപോലെ FD, ബാങ്കിങ് ഹൗസിൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഏറ്റവും സേഫ്, ലിക്വിഡ് ആൻഡ് ഈസിലി ആക്സസബിൾ മെത്തേഡ് സേവിങ്സ് അക്കൗണ്ടാണ്. എമർജൻസി ഫണ്ട് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം? എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിടുക എന്നുള്ളതാണ്. നമ്മൾക്ക് സാലറി ക്രെഡിറ്റ് ആവുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ്സ് വരുന്ന ദിവസം തന്നെ നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മളിത് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി സേവ് ചെയ്യുക. അങ്ങനെ മാറ്റുന്ന എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഇതാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. എമർജൻസി ഫണ്ട് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും അത്രയും കുറവ് മതി. കാരണം ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നമ്മളുടെ ഒരു ബാക്കപ്പ് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാകും. ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് പേരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഹാപ്പി സേവിങ്സ്.